നമ്മുടെ സംസ്ഥാനത്തെ ഹോമിയോ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആയുഷ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 1973 ഹോമിയോപ്പതി വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി രൂപം കൊണ്ടത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ ഹോമിയോ ഡയറക്ടറേറ്റിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ കെട്ടിടത്തിലാണ് നമ്മുടെ ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 21 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുണ്ട്. ഈ മന്ദിരത്തിൽ നമ്മുടെ ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഉൾപ്പെടെയുള്ള, ജില്ലാ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള, അതുപോലെ ആയുഷ് മിഷന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ മറ്റു ഓഫീസുകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഇൻ ആയുഷ്, ഒരു രാജ്യാന്തര നിലവാരത്തിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ നോളജ് ഇക്കോണമിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും നമ്മുടെ വകുപ്പ് ആരോഗ്യ മേഖല നടത്തുന്ന ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മളിത് ഉദ്ഘാടനം ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ SMDയും നമ്മുടെ ഓഫീസേഴ്സും പറയുകയായിരുന്നു, സ്റ്റേറ്റ് ഓഫീസേഴ്സും പറയുകയായിരുന്നു, ഇവിടേക്ക് ഇപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഇവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് പറയുകയായിരുന്നു. വളരെ മനോഹരമായി തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപകൽപ്പന ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 30 ബെഡ് ഉണ്ട്, 30 സീറ്റുണ്ട്, 20 സീറ്റുണ്ട്. അതുപോലെ ഗ്ലോബൽ കോൺഫറൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് ഒരുപാട് വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ, അവരിൽ പലരും ഇന്ന് വിവിധ ഇടങ്ങളിൽ രാജ്യത്തിന് അകത്തും പുറത്തും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒരു കളിസ്ഥലം വേണം എന്നുള്ളത് ഞാൻ ശിവകുടി മിനിസ്റ്ററോട്, ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ MLA ആയിരിക്കും 2006-2011 കാലയളവിൽ ഇവിടെ മണ്ണിട്ട് ഇത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിയമാനുസൃതം ആ തടസ്സങ്ങൾ പരിഹരിച്ച് നമ്മുടെ കുട്ടികളുടെ, അന്ന് മുതൽ അത്രയും കാലത്തെ പഴക്കമുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യം അന്ന് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. അന്ന് MLA ആയിരുന്ന ബഹുമാനീയനായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി അവർ, ഇന്നത്തെ മിനിസ്റ്റർ, അദ്ദേഹം നേരിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ ലാൻഡ് അതൊരു ഗ്രൗണ്ടായിട്ട് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം 2016-17 കാലയളവിൽ രേഖാമൂലമായി ഇവിടെ ഒരു കളിസ്ഥലം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ ഉന്നയിക്കുകയും യൂണിയന്റേതായിട്ടുള്ള റെപ്രസെന്റേഷൻ ഒക്കെ അന്ന് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കളിസ്ഥലം ഇവിടെ രൂപപ്പെടുമ്പോൾ 1 കോടി രൂപ വിനിയോഗിച്ചാണ് തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊരു വലിയ എഫേർട്ടിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവിടെ പറയുകയുണ്ടായി, ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മുടെ ബജറ്റിന്റെ വിഹിതമാണെങ്കിലും അതല്ല നാഷണൽ ആയുഷ് മിഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന തുകയാണെങ്കിലും എത്ര മടങ്ങ് വർധനവുണ്ടായി എന്നുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ രാജീവ് ഗൗറാഗിലെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 5 വർഷക്കാലം പ്രത്യേകം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ നയം ഒരു സർക്കാരിന്റെ തുടക്കകാലത്തിലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തോ പ്രഖ്യാപിക്കാൻ മാത്രമുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. സർക്കാർ കരുതുന്നത് അങ്ങനെയാണ് അന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആയുഷിന്റെ ഡിസ്പെൻസറികൾ ഉണ്ടാകും എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 50 പുതിയ ഡിസ്പെൻസറികൾ, ഹോമിയോ ഡിസ്പെൻസറികൾ കൂടി ആരംഭിച്ചുകൊണ്ട്
സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സമ്പൂർണ്ണ ഹോമിയോപ്പതി സംസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ കാലഘട്ടത്തിൽ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് കഴിയും. അതോടൊപ്പം സംസ്ഥാനത്ത് 280 സ്ഥാപനങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഹോമിയോപ്പതിയിലൂടെ സമഗ്രമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ യോഗയും മറ്റ് വെൽനസ് പ്രവർത്തനങ്ങളും സാമൂഹിക പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ മോഡൽ ഡിസ്പെൻസറികൾ ഈ കാലഘട്ടത്തിൽ 126 സർക്കാർ ഹോമിയോ മാതൃകാ ഡിസ്പെൻസറികൾ അത് രോഗീ സൗഹൃദവും ജനസൗഹൃദവുമായി അത് വികസിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. NABS അക്രഡിറ്റേഷൻ, നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ. അപ്പോൾ നമ്മൾ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ കേന്ദ്ര മന്ത്രാലയം പറഞ്ഞത് ദേശീയ തലത്തിൽ അങ്ങനെ ആയുഷ് മേഖലയിൽ ഒരു മാനദണ്ഡമില്ല NABS അക്രഡിറ്റേഷന്. അപ്പോൾ കേരളം അതിനു വേണ്ടിയിട്ടുള്ള മാനദണ്ഡം രൂപീകരിക്കണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞത്. നമ്മൾ പിന്നോട്ട് പോയില്ല. നമ്മൾ ചെയ്തത് നമ്മുടെ ടീം, ആരോഗ്യ പ്രവർത്തകരുടെ കേരളത്തിലെ ടീം മാനദണ്ഡങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രം അത് അംഗീകരിച്ചു. അത് ദേശീയ മാനദണ്ഡങ്ങളായി, ആയുഷ് മേഖലയിലെ ദേശീയ മാനദണ്ഡങ്ങളായി NABS അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ രാജ്യത്ത് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് 250 ഡിസ്പെൻസറികൾക്ക് NABS അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചു. ആ 250-ൽ 102 എണ്ണം നമ്മുടെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളത് അല്ലെങ്കിൽ ഡയറക്ടറേറ്റിന് കീഴിലുള്ളതാണ് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ആയുഷ് കായകൽപ അവാർഡ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിച്ചത് അത് സ്റ്റാൻഡർഡൈസേഷൻ, ക്വാളിറ്റി ഓഫ് സർവീസസ് ഇതെല്ലാം മുൻനിർത്തിയാണ് കായകൽപ അവാർഡ് നൽകുന്നത്. ഹോമിയോപ്പതി വകുപ്പിലെ 66 സ്ഥാപനങ്ങൾക്ക് ആയുഷ് കായകൽപ അവാർഡ് ലഭിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വളരെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം കായകൽപ്പയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുക കുറച്ച് ഡിഫിക്കൽട്ടാണ്, വളരെ പ്രയാസമാണ്. അപ്പൊ ആ രീതിയിൽ അടിസ്ഥാന സൗകര്യവും മറ്റനുബന്ധമായ കാര്യങ്ങളും വികസിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ആ കടമ്പകൾ കടന്ന് ഈ പുരസ്കാരത്തിന് നമ്മുടെ 66 സ്ഥാപനങ്ങൾ അർഹമായത് എന്നുള്ളത് കാണേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ അഭിമാനകരമായ കാര്യമാണ് ഡിജിറ്റൽ ഹെൽത്ത്, ആയുഷ് ഹോമിയോപ്പതി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ ഡിജിറ്റൽ OP സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞു. വകുപ്പിലെ 93% സ്ഥാപനങ്ങളിലും രജിസ്ട്രേഷൻ മുതൽ പരിശോധന വരെയുള്ള എല്ലാ കാര്യങ്ങളും, അത് മരുന്ന് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മരുന്ന് കുറിക്കുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുന്ന് കുറിക്കുന്ന സമയത്ത് മരുന്നിന്റെ ലഭ്യത കൂടി ഡോക്ടർമാർക്ക് അറിയുക എന്നുള്ളത്. കാരണം ഡോക്ടേഴ്സിന് ചിലപ്പോൾ അറിയണമെന്നില്ല സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ മരുന്നിന്റെ ലഭ്യത കൂടി തത്സമയം ഡോക്ടേഴ്സ് അറിയത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ABTM നിബന്ധനകൾക്കനുസരിച്ചാണ് ഈ ദേശീയ മാനദണ്ഡ പ്രകാരം ഇതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. ഫിസിയോതെറാപ്പി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ഹോമിയോയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തത് ആലപ്പുഴയിലാണ്. ഹോംകോയിൽ പുതിയ ഫാക്ടറി തന്നെ നിർമ്മിച്ചുകൊണ്ട് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫാക്ടറി നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും സന്തോഷമുള്ള കാര്യം. ഞാൻ ഈ 5 വർഷത്തെ കാര്യം മാത്രമേ ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുള്ളൂ. ഹോമിയോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടും നാച്ചുറോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര സ്ഥാപനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അത് രാജ്യത്താദ്യമാണ്, ലോകത്ത് 3ാമത്തേതാണ്. ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവേഷണം, ടീച്ചിങ്, അതുപോലെ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ, മട്ടന്നൂരിൽ
അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. കാലിയോല ഗ്രന്ഥങ്ങൾ, മാൻസ്ട്രൽ സെന്ററൊക്കെ ഉൾപ്പെടെയുള്ള സംവിധാനം, 100 ബെഡുള്ള ആശുപത്രി, ഇതുൾപ്പെടെയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. അതിന്റെ ഓരോ ഘട്ടത്തിലും പ്ലാനിങ് മുതൽ പ്ലാനിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മളത് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, USA അറ്റ്ലാന്റയിൽ അവരുടെ CDC പ്രവർത്തിക്കുന്നുണ്ട്. അതേ മാതൃകയിൽ നമുക്ക് പകർച്ചവ്യാധികളെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതോടൊപ്പം ഒരു എപ്പിഡമിക് ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇത് ഇഷ്ടംപോലെ ഡേറ്റയുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെയും ആരോഗ്യ വകുപ്പിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ട്. ആ ഡേറ്റയെ പ്രോസസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫോർകാസ്റ്റിംഗ് ആൻഡ് മിറ്റിഗേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഏകാരോഗ്യത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ഹെൽത്ത്, ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിപ്പ റിസർച്ച്, അത് ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി നിപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള, നിപ്പ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള പകർച്ചവ്യാധികളുടെ പഠനത്തിന് വേണ്ടി ലോകത്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അത് കോഴിക്കോട് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി ആയുഷ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു പുതിയ ആയുർവേദ കോളേജ് ഉടുമ്പൻചോലി കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതിപ്പോ നിത്യ എന്നുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഇൻ ആയുഷ് എന്നുള്ളത് ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളത്. അപ്പോൾ രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റി, ട്രെയിനിങ് ആക്ടിവിറ്റി, ബോധവൽക്കരണം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആ നിലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ സ്ഥാപനങ്ങളെ കുറിച്ച് മാത്രം, അടിസ്ഥാന സൗകര്യം ഏത് മേഖല നമ്മൾ നോക്കിയാൽ അടിസ്ഥാന സൗകര്യ വ്യവസ്ഥ, ഞാൻ ഹോമിയോയിലെ മാത്രം കാര്യം പറഞ്ഞു, ആയുർവേദത്തിൽ ഇതുപോലെ, മോഡേൺ മെഡിസിനിൽ ഇതുപോലെ, നാച്ചുറോപ്പതി, വർക്കലയിലുള്ള നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിമനോഹരമായ സ്ഥലത്താണുള്ളത്. അത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഒരു കെട്ടിടം ഉദ്ഘാടനം പൂർത്തീകരിച്ചു. കടലിനെ ഫേസ് ചെയ്തിട്ട് അതിമനോഹരമായിട്ട് യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സെന്റർ കൂടി നമ്മളിപ്പോൾ ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടന്ന കാലഘട്ടം. പകർച്ചവ്യാധി പ്രതിരോധത്തിലോ നിപ്പ ഗ്ലോബലി ഡെത്ത് റേറ്റ് 90%, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി 70% മുകളിൽ. കേരളത്തിൽ 33%, 2023 നവംബറിൽ. അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് ജലജന്യ രോഗമാണ്. അതില് ചില അമീബ, നെഗ്ലേറിയ ഫൗളേറിയ ആണെങ്കിൽ 99%, അക്കാൻഡ് അമീബയാണെങ്കിൽ 70%-ന് മുകളിൽ മരണനിരക്ക്. കേരളത്തിൽ എത്രയാണ്? 24% ആണ് ഡെത്ത് റേറ്റ്. ഡെങ്കി ഇപ്പോ WHO പറയുന്നു, ലോകാരോഗ്യ സംഘടന പറയുന്നു, ഇടവിട്ട് മഴ പെയ്യുന്ന കേരളം ഡെങ്കി പ്രോൺ ഏരിയയാണ്, ഡെങ്കി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ശ്രീലങ്ക, അങ്ങനെയുള്ളതൊന്നാണ് കേരളം, അങ്ങനെയുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് ആരോഗ്യ വകുപ്പിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുക രോഗം ആദ്യം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക. അതിന്റെ ഫലം എന്താകണം? മോർട്ടാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഡെങ്കിയിൽ ഏറ്റവും കുറവ് മരണനിരക്ക് രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടമാണ്. 0.1 ആണ് നമ്മുടെ ഡെത്ത് റേറ്റ് കേരളത്തിലെ. കോവിഡ് എന്ത് ബഹളായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും മരണനിരക്ക് കുറവുള്ള സംസ്ഥാനം, ഏറ്റവും കറക്റ്റായിട്ട് മരണം രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. പകർച്ചവ്യാധി പ്രതിരോധം, അപ്പോൾ നമ്മൾ എംപോക്സിനെ കുറിച്ച് കേൾക്കുന്നു. എംപോക്സ് ഒരു സെക്കൻഡ്, ഒരാൾക്ക് രണ്ടാമതൊരാൾക്ക് ഇൻഫെക്ഷൻ, വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്നവർക്ക് നമ്മൾ ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചു. പക്ഷെ സെക്കൻഡറി ഇൻഫെക്ഷൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ഒരു ഹസ്ബൻഡ് വൈഫ്, അവർക്ക് വൈഫിന് മാത്രം, അല്ലാതെ വേറൊരാളിലേക്ക് ഇത് പകർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പകർച്ചവ്യാധി പ്രതിരോധം, അതുപോലെ തന്നെ ചികിത്സ, സൗജന്യ ചികിത്സ 1600 കോടി രൂപയാണ് നമ്മൾ നൽകുന്നത്. നേരത്തെ 40,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന്. നേരത്തെ 30,000 കുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് 42 ലക്ഷം കുടുംബങ്ങൾ. പക്ഷേ ആക്രമിക്കപ്പെടുന്നതോ കേരളത്തിന്റെ ആരോഗ്യരംഗം. എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ആസ്പെക്റ്റിലാണ്, ഏത് ഘടകത്തിലാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ഏതെങ്കിലും? അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് ഇത് ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, ഓരോ ഫണ്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ചിലർ പുറപ്പെടുവിക്കുമ്പോൾ അത് പരസ്യമായിട്ട് എന്തുകൊണ്ട് എന്ന് പറയുന്നില്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ രംഗം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വ്യക്തിയല്ല, ഒരു ടീമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ടീം വർക്കാണ്. എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ നമ്മുടെ പ്ലാനിങ്, ആസൂത്രണം, അവലോകനം, തുടരവലോകനം, ഇതിൻ്റെയൊക്കെ
ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതുപോലെ ഈ ഇന്റർവെൻഷൻസ് സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയം ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും, എല്ലാ സെക്രട്ടറി ACS മുതൽ എല്ലാവരും ഓരോ പ്രദേശങ്ങളിലുമുള്ള, ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആയുഷിലെ ഓരോ പഞ്ചായത്തിലെ നമ്മുടെ ഒരു സെന്ററിലെ വെൽനസ് സെന്ററിലെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നമ്മൾ ആശുവാലി ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ ആയുഷിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയട്ടെ. അങ്ങനെ മുഴുവൻ ടീം അംഗങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എടുത്ത എഫേർട്ടിന്, കഠിനാധ്വാനത്തിന്, ഡെഡിക്കേഷൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഹോമിയോപ്പതി ഡയറക്ടറേറ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ആയുഷിന്റെയും അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ കളിസ്ഥലത്തിന്റെയും ഒക്കെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് സമർപ്പിക്കുന്നതായി അറിയിച്ചു.